ഞാനൊരു വാർത്ത അറിഞ്ഞത് ഞാനൊട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയല്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ജീവൻ്റെ ജീവനാണ്. മലയാള ഗാനങ്ങളുടെ രാജ്ഞിയാണ് നമ്മളെ വിട്ടുപോയത്. എന്താ പറയുക, കാരണം ജാനകിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഷകളിലും പാടിയിട്ടുള്ള തമിഴാണേലും തെലുങ്കാണേലും മലയാളമാണേലും ആ പാട്ടുകാരി ജാനകിയമ്മ എല്ലാത്തിൻ്റെയും ക്വീനാണ്. രാജാ സാറിൻ്റെ ആദ്യത്തെ പടം ജാനകിയമ്മയാണ് പാടിയത്. അതുപോലെ എനിക്കൊരുപാട് ബന്ധമുണ്ട്. കാരണം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ മൗനമേ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴും എല്ലാം ഞാൻ പോകാറുണ്ട്. എത്രയോ പാട്ടുകൾ ഞാൻ ജാനകിയമ്മ പാടുന്നത് കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു അതിശയമായിട്ടാണ് അത് കാണുന്നത്. ഇന്നും റിയാലിറ്റി ഷോയിൽ പല കുട്ടികളും പാടുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജാനകിയമ്മയുടെ പാട്ടുകൾ മാത്രം കേൾക്കും. കാരണം അതിനകത്ത് ആ അമ്മ കൊടുത്തിരിക്കുന്ന ഡൈനാമിക്സ്, അതുപോലെ തന്നെ അക്ഷരസ്ഫുടത, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കുട്ടികളും വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്കും ഒരു പാഠ വിഷയമാണ് ജാനകിയമ്മ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകും. പക്ഷെ ഒരിക്കലും ജാനകിയമ്മ നമ്മളെ വിട്ടുപോയി എന്ന് പറയാൻ ഒരിക്കലും ആർക്കും പറ്റില്ല. കാരണം ഇന്നും നാളെയും ഈ ലോകം അവസാനിക്കുന്നത് വരെ ജാനകിയമ്മയുടെ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. എന്തിനേറെ പറയുന്നു, കാരണം നമ്മൾ ഒരു ദിവസമെങ്കിലും ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള പാട്ട് നമ്മൾ കേൾക്കാതെ ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവതുല്യമാണ് ജാനകിയമ്മ. കാരണം എനിക്ക് 1-2 പടങ്ങളിലേ പാടാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ സാധിച്ചു അകലെ അകലെ നീലാകാശമൊക്കെ. അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അത് വേറൊന്നുമല്ല, ജാനകിയമ്മയുടെ കൂടെ പങ്കിട്ട ആ നിമിഷങ്ങളാണ്. അമ്മ എപ്പോൾ കാണുമ്പോഴും ചോദിക്കും, രാധാകൃഷ്ണൻ സാർക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. എന്തൊരു പൊളൈറ്റ്നെസ്സാണ്, എന്തൊരു എല്ലാം കൊണ്ടും ജാനകി അമ്മ എന്ന പേരിട്ടതിന് അർത്ഥവത്തായിരിക്കുന്ന ജാനകി അമ്മ, നമ്മളുടെയൊക്കെ അമ്മ, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്ന ആ 2 അക്ഷരത്തിന് തീർച്ചയായിട്ടും അത് യോഗ്യതയുള്ള ഒരു ദൈവമാണ് ജാനകിയമ്മ. നമ്മളെ വിട്ടുപോയി എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എന്നെ വിട്ടു പോയിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ എന്നും ഞാൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ ആ നിമിഷം വരെ ജാനകിയമ്മയുടെ ശബ്ദവും ആലാപനവും ആ പൊളൈറ്റ്നെസ്സും ആ വിനയവും ആ ഭക്തിയും എല്ലാം എൻ്റെ മനസ്സിൽ ആദരങ്ങൾ. മലയാളത്തിലല്ലാതെ മറ്റ് ഭാഷകളിലും ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഗാനം പ്രിയപ്പെട്ടതായി ഓർത്തെടുക്കാനാണോ? എത്ര ഗാനങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രാജാ സാറിൻ്റെ ഫസ്റ്റ് സോങ്, അതുപോലെ തന്നെ എത്ര പാട്ടുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ഈസ് നോ ഒരു ഇന്ന പാട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തമിഴിലാണേലും തെലുങ്കിലാണേലും ഹിന്ദിയിലാണേലും കന്നഡയിലാണെങ്കിലും പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും ജാനകിയമ്മ ഒന്ന് മൂളിക്കഴിഞ്ഞാൽ മതി, അത് മതി. കാരണം വേറൊന്നും പറയാനില്ല.